Hello guys, welcome to our channel. Homework by Maru Sambus. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹോമിൽ ലൈഫ് ബൈ മാളു സംഭൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ അനിയത്തിയും അവളുടെ ഹസ്ബൻഡും ഒക്കെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കുടുംബ വീട്ടിൽ വെച്ചാണ് ഫംഗ്ഷൻ കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞമ്മേരെ മോൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെ കുടുംബ വീട്ടിൽ വെച്ചാണ് ബർത്ത്ഡേ ആഘോഷിക്കണം. ഞങ്ങളെല്ലാവരും അവിടെ ഉള്ളതുകൊണ്ട് അവിടെ വെച്ചാണ് ആഘോഷിക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് എൻ്റെ വീടിൻ്റെ നിന്ന് എടുത്ത കുറച്ച് ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗെയ്സ്. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ ഞങ്ങളുടെ വീട്ടിലോട്ട് പോവുകയാണ്. ചെന്നപ്പോൾ അവിടെ കുഞ്ഞമ്മയും മോനും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും സൊറ പറഞ്ഞിരിക്കുകയാണ് ഗെയ്സ്. ഇതാണ് വിച്ചു, ഇവൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ആ സമയത്ത് ഞങ്ങളവിടെ എത്തിയപ്പോൾ ഞാൻ ഗിഫ്റ്റുമായിട്ട് കയറി പോവുകയാണ്. ഇത് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് അല്ല ഗെയ്സ്, ഇത് അവൻ്റെ ചേച്ചി ബാംഗ്ലൂരിൽ നിന്ന് പഠിക്കുകയാണ് വീണ. അപ്പോൾ അവൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു സർപ്രൈസായിട്ടുള്ള ഗിഫ്റ്റ്. അങ്ങനെ അതാണ് എൻ്റെ കയ്യിലിരുന്നത്. അങ്ങനെ താഴെ കുഞ്ഞമ്മയുടെ വീട്ടിൽ വെച്ചായിരുന്നു കേക്കൊക്കെ മുറിച്ച്. അവിടെ കേക്കൊക്കെ അവിടെയാണ് ഇരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അങ്ങനെ അവിടെ ചെന്നത് മുറിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഗെയ്സ്. അങ്ങനെ അവിടെ വന്നു. അപ്പോൾ ഇതാണ് ഹാപ്പി ബർത്ത്ഡേ ബിച്ചുൻ്റെ കേക്ക്. ഇതാണ് ഗെയ്സ്, നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. അങ്ങനെ അച്ചാമ്മയും അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു വിച്ചു. അപ്പോൾ അതിനിടയിൽ ഞാനും പപ്പൂസും കൂടെ നിന്നെടുത്ത കുറച്ച് കോപ്രായങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അച്ഛൻ്റെ കുടുംബത്തിൽ കുറച്ചധികം ആൾക്കാരുണ്ട് കേട്ടോ. അച്ഛന് 4 അനിയന്മാരാണ്. അപ്പോൾ നമ്മളെല്ലാവരും അടുത്തടുത്ത് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഇതേപോലെ കൂടാറുണ്ട്. അപ്പോൾ വെച്ചു കേക്ക് കട്ട് ചെയ്യുകയാണ് ഗെയ്സ്. അങ്ങനെ ഗെയ്സ് കേക്കൊക്കെ കട്ട് ചെയ്ത് അവൻ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കേശുവിനും അമ്പാടിക്കും അച്ചാമ്മയ്ക്കും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എൻ്റെ രണ്ടാമത്തെ കൊച്ചനും പിന്നെ വിച്ചുവിൻ്റെ അച്ഛനും എൻ്റെ അനിയത്തി, ഹസ്ബൻഡ്, അവളുടെ മോൻ, പിന്നെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീണ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് അവൻ്റെ ചേച്ചി. അവൾ ബാംഗ്ലൂർ നഴ്സിങ്ങിനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് നാളായതേ ഉള്ളൂ കേട്ടോ പോയിട്ട്. അങ്ങനെ അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു അവളില്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ അവളാണ് സർപ്രൈസ് ആക്കുന്നത്, അവളാണ് എല്ലാം കോർഡിനേറ്റൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവൾ പഠിക്കാനായിട്ട് അവിടെ നിൽക്കുന്നത് കൊണ്ട് അവൾക്കൊന്നും സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഹാമ്പറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേക്ക് താഴെ ബിനിക്കുഞ്ഞമ്മേൻ്റെ കയ്യിലാണ് കേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ബിനിക്കുഞ്ഞമ്മ അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ എനിക്ക് കേക്ക് തന്നപ്പോൾ ഞാൻ സംതൃപ്തി അടഞ്ഞൊരു കഷ്ണം കഴിച്ചാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വീണ തന്ന ഗിഫ്റ്റ് ഞാൻ അവൻ്റെ ചേച്ചി തന്നതാണെന്നും പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേസ്. അവന് ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം കൊച്ചു കുട്ടികളല്ലേ, അപ്പോൾ അവർക്ക് അവരുടെ ചെറിയ ആഘോഷങ്ങളൊക്കെ, ഇത് ചെറിയ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് സർപ്രൈസ് ആക്കിയൊക്കെ ചെയ്യുമ്പോൾ അത് വലിയൊരു സന്തോഷമാണ്. നമുക്കും അതൊരു സന്തോഷമാണ് കാണുമ്പോഴൊക്കെ. അങ്ങനെ അവന് കുഞ്ഞമ്മയും കൊച്ചനും ഒക്കെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം അൺബോക്സ് ചെയ്ത് അവിടെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ അവ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കേശുവിനും അമ്പാടിക്കും ചക്കരയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ സെൽഫിയും ബാക്കിയുള്ള, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീണയൊക്കെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു കേസ്. അങ്ങനെ അപ്പോൾ അവന് ഭയങ്കര സങ്കടമായി കേട്ടോ. ചേച്ചി ഇല്ലല്ലോ എന്ന് ആലോചിച്ച് അവന് ഭയങ്കര വിഷമമായി. ചേച്ചി കൊടുത്ത ഗിഫ്റ്റൊക്കെ അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അതെല്ലാം ഗിഫ്റ്റൊക്കെ ഓരോന്നോരോന്ന് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരെണ്ണം വാച്ചായിരുന്നു കേട്ടോ. അത് കുഞ്ഞമ്മ കൊടുത്ത് അയച്ചത്, കുഞ്ഞമ്മ തന്നെയാണ് സെറ്റ് ചെയ്തതെല്ലാം. കുഞ്ഞമ്മ അച്ചാമ്മയെ കൊണ്ട് കൊടുപ്പിച്ചു വാച്ച്. അപ്പം അവന് വാച്ച് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അമ്പാടി ഈ ഗിഫ്റ്റ് എല്ലാം കണ്ടപ്പോൾ അമ്പാടിക്ക് തര വരികയാണ് കേസ്. കാരണം അമ്പാടിയുടെ ബർത്ത്ഡേ വരുമ്പോഴും ഇതുപോലെ ചെയ്യണം എന്നൊക്കെയാണ് അമ്പാടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ തന്നെ കേക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കഷ്ണം എനിക്കും കിട്ടി ഗെയ്സ്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള കേക്കായിരുന്നു കേട്ടോ. കേക്ക് നല്ല സെറ്റ് കേക്കായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്ത്, പക്ഷേ സെൽഫിയൊക്കെ എടുത്തെങ്കിൽ ഒരുപാട് പേരെ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് ഇവിടെ നാട്ടിലില്ല. അപ്പൂസ് നാട്ടിലില്ല, വീണ പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പൂസ് യൂറോപ്പിലാണ്, അവൻ ഇല്ല. അവനെ എല്ലാം മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് പേരെന്ന് വെച്ചാൽ അച്ഛനില്ലായിരുന്നു, എൻ്റെ അച്ഛനില്ല, എൻ്റെ ചേട്ടനില്ല, എല്ലാവരും വെളിയിൽ പുറത്താണ് കേസ്. അപ്പോൾ അവരെല്ലാവരും ഒക്കെ ഉള്ളപ്പോൾ നല്ല ആഘോഷത്തിൽ കൂടെയൊക്കെ ആളുണ്ട്. ഇതിപ്പം നമ്മൾ കുറച്ച് പേര് നമ്മളുള്ളവർ മാത്രം നിന്ന് ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചതാണ്. അതിനുശേഷം നമ്മൾ സൊറ പറഞ്ഞതിനൊക്കെ ശേഷം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. കൊച്ചിനും കുഞ്ഞമ്മയും കൂടെ ഞങ്ങളെ കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയതാണ്. അപ്പോൾ എല്ലാവരും ഒന്നും ഇല്ല
കേട്ടോ. പപ്പൂസിന് പെട്ടെന്ന് ടർഫിൽ കളിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ അവൻ അങ്ങനെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ചാരുവും ചക്കരയും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു അവരില്ലാത്തതിൽ. അവർക്ക് എക്സാമൊക്കെ ആയതുകൊണ്ട് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ വന്നില്ല. അങ്ങനെ ഞങ്ങൾ ആറ്റിങ്ങൽ അൽബയാനിലാണ് പോയി കഴിക്കാൻ വേണ്ടിയിട്ട് പോയത്. മന്തി കഴിക്കാനാണ് ഗൈസ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ വലിയ തിരക്കായിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നെടുത്ത കുറച്ച് പ്രഹസനങ്ങളാണ് ഇതെല്ലാം. വാഷ് ബേസിൽ കൈ കഴുകാൻ വന്നപ്പോഴെടുത്ത കുറച്ച് പ്രഹസനങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. നല്ല 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 രസമുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അൽബയാനിൽ. ഞാൻ സഹറിലാണ് കൂടുതലും മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഗൈസ്. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അൽബയാനിൽ വരുന്നത്. അങ്ങനെ എൻ്റെ അനിയത്തിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് ഇവിടെ നല്ല ഇതാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത്. പക്ഷേ നല്ലതായിരുന്നു കേട്ടോ. നല്ല മന്തിയൊക്കെ സൂപ്പറായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ ഇരുന്നു. ഞങ്ങൾ കുറച്ച് പേരുള്ളതുകൊണ്ട് ഇത് വലിയ ടേബിളൊക്കെ നോക്കി ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും കൊച്ചനും കുഞ്ഞമ്മയും വിച്ചുവും അമ്പാടി ഞാനും ആതിരയും വിച്ചുവും ഒക്കെ. കുഞ്ഞമ്മയുടെ മോൻ്റെ പേരും വിച്ചു എന്നാണ്. എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ പേരും വിച്ചു എന്നാണ് കേട്ടോ. അവൻ്റെ യഥാർത്ഥ പേര് സുജിൻ എന്നാണ്. വിച്ചു എന്നാണ് വിളിക്കാറ്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇത്ര പേരും ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ എല്ലാവരും ഇല്ല. ഞങ്ങൾ കുറച്ച് പേര് നമ്മൾ പറ്റുന്നവർ വന്ന് കഴിക്കാനായിട്ടാണ് വന്നത്. അങ്ങനെ പ്ലേറ്റൊക്കെ വന്നിട്ടുണ്ട് ഗെയ്സ്. ഗ്ലാസും പ്ലേറ്റും ഒക്കെ ഉണ്ട്. മന്തിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കട്ട വെയിറ്റിങ്ങിലാണ്. കാര്യം ഞാനൊരു മന്തി ഫാനാണ് ഗെയ്സ്. മന്തി ഇല്ലാതെ ഒരു ജീവിതം എനിക്കില്ല. മന്തി എവിടെ ഉണ്ടെന്ന് ഇടലും ഞാൻ അപ്പം അവിടെ വീഴും. അങ്ങനെ ഞാൻ ഒരു സെറ്റ് മന്തിയായിരുന്നു. ജെല്ലിക്കെട്ട് മന്തിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് കേട്ടോ. ജെല്ലിക്കെട്ട് മന്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ തന്നെ കൊതി വന്നു. നല്ല ടേസ്റ്റായിരുന്നു. അടാറ് ടേസ്റ്റായിരുന്നു കേട്ടോ. ജെല്ലിക്കെട്ട് മന്തി സ്പൈസിയാണ്, പക്ഷെ എന്നാലും ടേസ്റ്റ് അതിഗംഭീരമാണ്. പിന്നെ അറബിക് മന്തി കൂടെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കേശുവിന് വേണ്ടിയിട്ടാണ് ഓർഡർ ചെയ്തത്. കേശു അതിന് എരി പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ കേശുവിന് വേണ്ടിയിട്ടും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. കുറച്ച് അവന് അതിൽ നിന്ന് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ മറ്റൊന്നും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കേസ് അങ്ങനെ സെറ്റ് മന്തിയായിരുന്നു. ഞങ്ങൾ ആസ്വദിച്ച് കഴിക്കുകയാണ്. കേശുവിന് കൊടുക്കുന്നതിൻ്റെ തിരക്കിൽ ഞാൻ ആതിരേനെയും കൂടെ ഒന്ന് എടുത്തതാണ്. അപ്പോൾ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ആതിര പറഞ്ഞു എപ്പോഴും എന്തിനാ വീഡിയോ എടുക്കുന്നതെന്ന് ആതിര പറയുന്നുണ്ടായിരുന്നു. അമ്പാടിക്കും ഹാപ്പിയായി. പക്ഷേ ഈ ടൈമിലെല്ലാം ഞങ്ങൾ വീണേനെ അപ്പൂസിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ കഴിക്കാനായിട്ട് ചായവും ചക്കരയും ഇല്ലായിരുന്നു. അങ്ങനെ ഒരുപാട് അവരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും വരാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ അവരെല്ലാവരും വന്നനെ ഇരുന്ന്. അങ്ങനെ ഞങ്ങളൊരു വലിയ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗേസ്. ഇനി ഇതൊക്കെ പിന്നീട് ഓർമ്മിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് മൊമെൻറ്റ്സുകളാണല്ലേ. അപ്പോൾ ഞങ്ങളതെല്ലാം കഴിഞ്ഞു. 7 Up ആതിരങ്ങ് മുതലാക്കുകയാണ് ഗേസ്. ആതിര മുതലാക്കുകയാണ്. ഇങ്ങനെ കൊച്ചിന് ഏരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവനെ അതൊക്കെ കണക്കാക്കി ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവന് വയ്യായിരുന്നു കേട്ടോ. കേശുവിന് ചെറിയ ജലദോഷത്തിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞു. ബില്ലൊക്കെ ചെയ്തിട്ടുണ്ട്. ആതിര കഴിച്ച് കഴിഞ്ഞില്ല. അവളെല്ലാം അവിടെ തുടച്ചിട്ടേ വരുള്ളൂ കേസ്. അവൾ അങ്ങനെയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ നല്ല അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ. ഓക്കെ, സി യു ഗേസ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഗേസ്. ടാറ്റ, ബൈ. ഓക്കെ, സി യു.